പറയുന്നു ഒരു സ്ത്രീയെയും, അത് ഹണി റോസ് എന്നല്ല, ഒരു സ്ത്രീയെയും വസ്ത്രധാരണത്തിന്റെ പേരിൽ വിലയിരുത്തരുത് എന്ന് ഈ ജാമ്യ ഉത്തരവിൽ തന്നെ പറയുന്നു രാഹുൽ ഈശ്വർ. കോടതി പറയുന്നതിനെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. ഒരു സ്ത്രീയെയും വസ്ത്രധാരണത്തിന്റെ പേരിൽ മാത്രം വിലയിരുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യരുത്. പക്ഷേ സഭ്യതയുടെയും മാന്യതയുടെയും അതിർവരമ്പുകൾ ലംഘിക്കുകയാണെങ്കിൽ സാമൂഹിക വിമർശനങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം മാത്രമാണ് ചൂണ്ടിക്കാട്ടിയത്. ബഹുമാനപ്പെട്ട കോടതി പറയുന്ന എല്ലാ നിലപാടുകളോടും ബഹുമാനമാണ്. നമ്മൾ ആ നിലപാടുകൾ ശ്രദ്ധിക്കാനും അനുസരിക്കാനും ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് സ്ത്രീയെ വിലയിരുത്തി അവരെ മോശക്കാരിയാക്കുകയല്ല. അവിടെയാണ് വ്യക്തി വേറെ, നിലപാട് വേറെ, വസ്ത്രം വേറെ. ആ വ്യക്തി മോശക്കാരിയാന്ന് ഒരിക്കലും രാഹുൽ ഈശ്വർ പറയില്ല. അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഏറ്റവും ബഹുമാനത്തോടെ അവരോട് ഞാൻ സംസാരിക്കുകയുള്ളൂ. അവരൊരു വലിയ കലാകാരിയാണ്. എന്നാൽ സമൂഹത്തിന്റെ ഭാഗമായി വസ്ത്രധാരണത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കോടതി അങ്ങനെ വിമർശനങ്ങളെ കുറിച്ചൊന്നും പരാമർശിച്ചിട്ടില്ലെന്നും കൂടെ അങ്ങ് ശ്രദ്ധിക്കണം. അല്ല, താങ്കൾ അങ്ങനെ വിമർശനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്. താങ്കൾ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന പ്രയോഗം എത്രയോ തവണ നടത്തിയിട്ടുണ്ട്. കറക്റ്റ്. സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി എടുക്കുന്ന നിലപാടുകളോട് വിമർശന ബുദ്ധിയോടെ നമ്മൾ അനലൈസ് ചെയ്യുന്നതിനല്ലേ നമ്മൾ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആരാണ് ഈ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുക? താങ്കളും ഞാനും. വേറെ ആരാ? അതാണ് കോടതി പറഞ്ഞത്. അതാണല്ലോ കോടതി കൃത്യമായി പറയുന്നത്. അങ്ങനെ വസ്ത്രധാരണത്തിന്റെ പേരിൽ വേണ്ട എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ അതിനർത്ഥം? വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെയും വിലയിരുത്തേണ്ടതില്ല, ഒരു സ്ത്രീയെയും വിലയിരുത്തേണ്ടതില്ല എന്ന് പറഞ്ഞാൽ താങ്കൾ ഒരു സെക്കൻഡ്, താങ്കൾ ശ്രദ്ധിക്കേണ്ടത് കോടതി പറഞ്ഞ എന്താ? വസ്ത്രധാരണത്തിന്റെ പേരിൽ ഒരാളെ വിലയിരുത്തരുതെന്നാണ്. വസ്ത്രധാരണം വിലയിരുത്തരുതെന്നല്ല. സോഷ്യൽ ഓഡിറ്റിംഗ് എന്നതുകൊണ്ട് താങ്കൾ എന്താണ് അർത്ഥമാക്കുന്നത്? വസ്ത്രധാരണത്തെ വിലയിരുത്താം. വസ്ത്രധാരണത്തിന്റെ പേരിൽ ആ വ്യക്തിയെ അധിക്ഷേപിക്കരുത്. വസ്ത്രധാരണത്തിന്റെ പേരിൽ ആ വ്യക്തിയെ വിലയിരുത്തി മോശക്കാരിയാന്ന് പറയരുത്. പക്ഷെ വസ്ത്രധാരണത്തെ വിലയിരുത്തരുതെന്നല്ല ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത്. ശരി, താങ്കൾ എന്തിനു വിലയിരുത്തണം എന്നാണ് പറയുന്നത്? ഹണി റോസുമായി ബന്ധപ്പെട്ട എന്തു വിഷയത്തെ വിലയിരുത്തണം എന്നതാണ് താങ്കളുടെ അഭിപ്രായം? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടുള്ള വിമർശനങ്ങളാണ്. ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിമർശനങ്ങൾ പറഞ്ഞോട്ടെ. കോടതി വലിയ രീതിയിൽ ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അതിശക്തമായി ബോബി ചെമ്മണ്ണൂർ ചെയ്ത തെറ്റായ കാര്യത്തെ വിമർശിച്ചു. എന്നാൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം കൊടുത്തു. അതേപോലെ ബോബി ചെമ്മണ്ണൂർ ചെയ്ത നന്മകളെ നമ്മൾ മറക്കരുത്. ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ പോസിറ്റീവായി സ്പർശിച്ച വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുത്തു, നൂറുകണക്കിന് ആൾക്കാർക്ക് വീട് വെച്ചു കൊടുത്തു. അങ്ങനെ നല്ല കാര്യം ചെയ്ത ആളെ ഒരു വാക്കിന്റെ പേരിലും വിലയിരുത്തരുത്. ഇത്രയും 1000 പേർക്ക് വീട് വെച്ച് കൊടുത്താൽ ഒരു തെറ്റ് ചെയ്താൽ അയാളെ തെറ്റ് തന്നെയാണ്. അദ്ദേഹം തെറ്റ് ചെയ്തില്ല എന്ന് ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിൽ രാഹുൽ ഈശ്വർ മാത്രമല്ല, ഒരാളെങ്കിലും പറഞ്ഞു ബോബി ചെമ്മണ്ണൂർ ചെയ്ത് തെറ്റല്ലാന്ന്. പക്ഷെ ആ ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹത്തെ തളച്ചിടരുത്. ഒരു തെറ്റിന്റെ പേരിൽ അദ്ദേഹം ചെയ്ത 25-30 വർഷമായി ചെയ്ത നല്ല കാര്യങ്ങളെ കാണാതിരിക്കരുത്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ ഇന്നിപ്പോ കോടതി ജാമ്യം അനുവദിക്കുന്നതൊന്നും അതിന്റെ അടിസ്ഥാനത്തിലല്ല. കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ഈ വിഷയത്തിൽ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അതായത് ഇങ്ങനെ ഒരു കേസിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ശേഖരിക്കണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡേറ്റകൾ പിടിച്ചെടുക്കണമോ, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഒരു വരി കൂടെ പറഞ്ഞ് അവസാനിച്ചിട്ടുണ്ട്. പരിസമാപ്തിയിലേക്ക് എത്തട്ടെ. വനിതാ കമ്മീഷൻ ഇന്ന് എനിക്കെതിരെ പരാതി എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കഷ്ടമാണ്. ഇതുകൊണ്ടാണ് എനിക്ക് പോകാനൊരു പുരുഷ കമ്മീഷൻ ഇല്ല. ഈ വിഷയത്തിൽ അതിശക്തമായി ബാലൻസ്ഡ് ആയ സമീപനം പറഞ്ഞ് എനിക്കെതിരെ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നോട് രാഹുൽ ഈശ്വറിനെതിരെ പരാതി എടുക്കണം. രാഹുൽ ഈശ്വറിനെതിരെ അല്ല, അപ്പോഴും താങ്കൾ ആ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന എന്റെ ചോദ്യത്തിൽ നിന്ന് തന്ത്രപരമായി ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഉറച്ചു നിൽക്കുകയാണ്. സോഷ്യൽ രാഹുൽ തുടരും. താങ്കൾ എന്ത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്നതുകൊണ്ട് ഹണി റോസുമായി ബന്ധപ്പെട്ട് താങ്കൾ ഈ വസ്ത്രധാരണത്തെ കുറിച്ച് അല്ല എങ്കിൽ പിന്നെ എന്തിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത്? കുറിച്ച് എനിക്ക് വിമർശനമുണ്ട് സർ. വസ്ത്രധാരണത്തെ കുറിച്ച് വിമർശനമുണ്ട്. സോഷ്യൽ ഓഡിറ്റ് തുടരും. വനിതാ കമ്മീഷൻ കേസ് അല്ല, അപ്പോൾ ഞാൻ താങ്കളോട് ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നത് താങ്കളുടെ അറിവുണ്ടാകുമല്ലോ. അത് വേറൊരു കോണ്ടെക്സ്റ്റ് ആണ് സാർ. എക്സെപ്ഷൻസ്, എക്സാമ്പിൾസ് അല്ല. കുംഭമേളയെ സന്യാസിമാർ ധരിക്കുന്ന പോലെയൊക്കെ നാളെ കോളേജിൽ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരു നിലപാട് കൂടെ പറഞ്ഞ് എന്നെ കട്ട് ചെയ്യാൻ അനുവദിക്കണം. അല്ല, അപ്പോൾ പിന്നെ ഹണി റോസ് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അവർ വിവസ്ത്രയായെന്നുമല്ല നടക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണം നടത്തുമ്പോൾ അത് സോഷ്യൽ ഓഡിറ്റിംഗിനാണ്. അത് വേറൊരു കോൺസെപ്റ്റ്. ഒരു സെക്കൻഡ് കാര്യം ചോദിച്ചോട്ടെ. കുംഭമേളയിലെ സന്യാസിമാർ ധരിക്കുന്ന പോലെ ഡ്രസ്സ് ധരിച്ചു വന്നാൽ അങ്ങയുടെ ചാനലിൽ എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, എന്റെ ചാനലിന്റെ സ്വാതന്ത്ര്യവുമാണ് സാർ. അതുപോലെ ഹണി റോസ് താങ്കളുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ, താങ്കളുടെ പരസ്യ സ്ഥാപനത്തിലോ താങ്കളുടെ ഏതെങ്കിലും സ്ഥാപനത്തിലോ ഏതെങ്കിലും പ്രവർത്തിക്ക് വരുമ്പോൾ താങ്കൾക്ക് അത് ആവശ്യപ്പെടാം. അത് തന്നെയാണ്. അതിനപ്പുറത്ത് എങ്ങനെയാണ് ആവശ്യപ്പെടാൻ സാധിക്കുക? ഞാൻ ന്യൂസ് 18 ചാനലിലെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചാണ് എനിക്ക് ധാരണയുള്ളൂ. മറ്റു ചാനലിൽ എന്ത് ധരിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അവിടെ ഡ്രസ് കോഡ് ഇല്ലേ?
അതാണ് ഞാൻ ചോദിച്ചത് താങ്കളോട്. Correct. ഇവിടുത്തെ ഡ്രസ് കോഡാണോ? താങ്കൾ എത്രയോ ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നു, എല്ലായിടത്തും ഒരേ വസ്ത്രധാരണവും ഒരേ ഡ്രസ് കോഡും. അതേപോലെ ഒരു ഡ്രസ് കോഡ് വേണം എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രസ് കോഡ് മാന്യത, മര്യാദ. വനിതാ കമ്മീഷന്റെ നിലപാടിനോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു. അതിശക്തമായി സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മാഡത്തോട് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു. മാഡം എനിക്കെതിരെ കേസെടുക്കണം എന്നൊരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തി പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സതീദേവി മാഡത്തോട് ബഹുമാനത്തോടെ ആദരവോടെ വിയോജിക്കുന്നു. അവരൊരു ഭരണഘടനാ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്. ശക്തമായി ഈ സോഷ്യൽ ഓഡിറ്റ് തുടരും എന്ന് സതീദേവി മാഡത്തോട് സൂചിപ്പിക്കാനും ആഗ്രഹിക്കുന്നു. താങ്ക് യു. റൈറ്റ്, വളരെ നന്ദി ശ്രീ രാഹുൽ ഈശ്വർ.